ആഗതരായിരിക്കുന്ന ബഹുമാന്യരായ സമസ്ത ദൈവങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാർ, ഇന്ന് മണവാളനും മണവാട്ടിയുമായിരിക്കുന്ന ആ കുടുംബം ഏവർക്കും ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ജോ പറഞ്ഞ സത്യമാണ്. ഇതിലെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വയ്യാതെ നമ്മൾ കെട്ടി എല്ലാവർക്കും മനസ്സിലായത്. സ്വീറ്റിയാണ് കെട്ടിയത്. നന്ദി അവരോട് പറയാറ്. ഇവരെ രണ്ടുപേരെയും ബന്ധിച്ചത് കർത്താവാകയാണ് നമ്മുടെ ഞാനും എൻ്റെ വൈഫും 4 മക്കളും 4 കൊച്ചുമക്കളും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗാണ് ഇത്. അങ്ങനെ ഈ വർഷം ഒരവസരം ദൈവം ഒരുക്കിയത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പ് കുടുംബം, ജിയോ കുടുംബം, ബാബുപാസ് കുടുംബം, അവരും കുടുംബമായിട്ട് എല്ലാവരും ഉണ്ട്. അതിൽ ഏറ്റവും സന്തോഷം വന്നത് എന്നാപുരം സുവിശേഷം കൊണ്ട് നിറച്ച പിതാവും മാതാവും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് വരുന്ന കാറ് 4 കാറുകളാണ് വന്നത്. ഞങ്ങൾ സഞ്ചരിക്കുന്ന കാറ് സിവി മോള് വന്ന് കയറി. അവൾ വന്ന് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ കുടുംബത്തിൽ കയറി വന്ന കഷ്ടങ്ങളുടെ വലിയൊരു നിര അത് മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മൊത്തം കേട്ട് ഞാൻ ഒടുവിൽ പറഞ്ഞൊരു കാര്യം ചിന്താക്കണം. ഇതിൻ്റെയൊക്കെ പുറകിൽ കല്യാണം കഴിച്ച ജോമോന്റെയും സീറ്റിയുടെയും കുടുംബത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് അമ്മോടൊരു വാക്ക് പറഞ്ഞു. അവരെ ദൈവവേലയിൽ വലിയ തോതിൽ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. അതായിരിക്കണം ഈ കഷ്ടങ്ങളുടെ അടിത്തറ. ഒരു വലിയ സ്തോത്രം പറയാൻ നമ്മുടെ കാഴ്ചപ്പാട് മാറണമെന്ന് ആഗ്രഹമുള്ളവർ തൃശ്ശൂർ മുതൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ സിറ്റിയിൽ ജോലി ചെയ്ത റെനീഷാണ്. പിന്നെ അദ്ദേഹം വിദേശത്ത് പോയി ഇപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നിരിക്കുക. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെന്ന് റെനീഷ എന്നോട് കാണുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങൾക്ക് ഏവർക്ക് മനസ്സിലായി കാണുകയായി. ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെനീഷയെ കൊണ്ടുപോകും. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് എനിക്ക് എന്നെ കൊണ്ടുപോകാനുണ്ട്, 3 പേരുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞാൻ റെനീഷിനെ വിളിക്കും. ഒഴിവ് ഇല്ലെന്ന് വന്നാൽ മാത്രമേ മറ്റുള്ളവരെ വിളിക്കൂ. അത്ര ശത്രുതയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയില്ല. ആമേൻ. നമുക്ക് തിരുവഴുത്തിലേക്ക് ഒന്ന് പ്രവേശിക്കും. അതിന് മുൻപ് ബാബുപാസ് കുടുംബവും ഞാനുമായിട്ട് വലിയ ബന്ധമാണ്. ഞാൻ ഇന്നലെ കല്യാണത്തിന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവാണ് ബാബുപാസ്. പരസ്യമായി പറയാൻ മടിയില്ലാത്ത ആളാണ്. കാരണം ലീഡർഷിപ്പിൽ തിരുവഴുത്തിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട ക്വാളിറ്റിയിൽ ഏറ്റവും ഈ സ്റ്റേറ്റിൽ മുന്തി നിൽക്കുന്നത് കർത്താവിന്റെ ദാസൻ. നമ്മുടെ കരമുയർത്തി ഒരു സംശയം വേണ്ട. അത്രയ്ക്കധികം കഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ ഭവനത്തെ വേണ്ടത്. എന്നിട്ടും ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തിയത്. സഭയുടെ കണ്ണുനീരേന് പുറകിലുണ്ട്. അനേക ദൈവമക്കളുടെ കണ്ണുനീർ പുറകിലുണ്ട്. ആ കുടുംബത്തിന്റെ കണ്ണുനീരിനെ മറുപടി കൊടുത്ത ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് അറിയുന്നവർ ഒരു നിമിഷം ദൈവത്തിന് മഹത്വം. ആശ അറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാ. ആശ അറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാ.
മുന്നിൽ ലേശം സ്തോത്രം പറയാമല്ലേ? 89 എഴുതിയ പാട്ടാണ്. KP യോഹന്നാൻ സാറിന്റെ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്ന് കണ്ണ് നിറഞ്ഞെഴുതിയ വരികളാണ്. പിന്നീടാണ് ബൈബിൾ ചേർത്തത്. നമുക്ക് ഇന്ന് വായിച്ച കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം നമുക്ക് ലഭിച്ചു. ആ വാക്യം മാത്രം പ്രസംഗിക്കാൻ നിങ്ങൾ തരികയാണെങ്കിൽ 6 മാസം ഞാനിവിടെ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? അത്രയ്ക്ക് വിപുലമായ നോട്ടാണ് ബൈബിളിൽ ആ കാര്യത്തെ കുറിച്ചുള്ളത്. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ അറ്റത്തിൽ സാക്ഷ്യം പറഞ്ഞ കർത്താവിന്റെ എന്താ പേര്? ഒരു CI ലുക്കുള്ള റെജിയാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് അല്ലെ ഒരു നല്ല സാക്ഷ്യം. അന്ന് മുതലേ ഞാൻ നോട്ടം വെച്ചിരിക്കുക. ഞാൻ ജിയോടും അവരുടെ കുടുംബത്തോടൊക്കെ പറഞ്ഞു ആ കാര്യം. റെനീഷിനോട് ഞാൻ പറഞ്ഞാൽ നല്ലൊരു നേതാവായി തീരട്ടെ, CI ലുക്കിന് മാറിയിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നിങ്ങളൊന്ന് കാര്യം സമ്മതമാണ്. വേഗം തന്നെ കർത്താവിനോട് ചോദിച്ച് ഇറങ്ങിയിരിക്കട്ടെ. നമുക്ക് 46-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുക. ഇനി ഇതുവരെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ സമയമില്ല. വായിച്ച ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവനഗരവും അത്യുന്നതന്റെ വിശുദ്ധ നിവാസവും അടങ്ങിയ വാക്യമാണ് 48-ന്റെ 1-2. ഇംഗ്ലീഷിൽ ആ വാക്യം വായിച്ച് കേൾക്കാം. 46-ന്റെ 4. There is a river, the streams whereof shall make glad the city of God, the holy place of the tabernacles of the Most High. Holy place of tabernacles. 48-ാം സങ്കീർത്തനത്തിൽ ഇല്ലാത്തൊരു കാര്യം 46-ന് കൂടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അവിടെ എന്ത് ചെയ്യണം? വായിക്കണം. മത്തായി 5-ന്റെ 35 കൂടെ ഒന്ന് ചേർത്ത് വായിച്ച് ഇപ്പോൾ മത്തായി 5-ന്റെ 35 കൂടെ ചേർത്ത് വായിക്കും. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. മഹാരാജാവിന്റെ നഗരമാണ് ജെറുസലേം എന്ന് യേശു തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു. സയോൻ എന്ന ഒറ്റ വാക്ക് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് ഹൃദയത്തിലിരിക്കട്ടെ. സണ്ണി എന്നാണ് കറക്റ്റ് ഹീബ്രുവിൽ അതിന്റെ ശരിയായ അർത്ഥം. പ്രകാശമായി. പ്രപഞ്ചം എന്നുണ്ടോ അന്ന് സയോനുണ്ട്. ഇൻ ദ ബിഗിനിങ് എന്ന സമയത്ത് സയോനുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. അവിടെ ജെറുസലേമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 5 കുന്നുകൾ ചുറ്റി നിൽക്കുകയാണ്. അതിൽ ഉയരമുള്ള കുന്നാണ് സയോൻ. അതിൻ്റെ ചെരുവിൽ ഉള്ള പട്ടണമാണ് ജെറുസലേം. ഇത്രയും ഞാൻ മുഖവില പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഈ പട്ടണത്തിന് ചുറ്റും ടാബർനാക്കിൾസ് ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? 46-4 അങ്ങനെ വായിച്ചത് അല്ലേ? ഈ പട്ടണത്തിന് ചുറ്റും യെരൂശലേമിന് ചുറ്റും കൂടാരങ്ങൾ, ടാബർനാക്കിൾസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിന് ചുറ്റും 12 കൂടാരങ്ങൾ അടിച്ചിരിക്കുക. ഇതൊരു സത്യമല്ലേ? യെരൂശലേം, പുതിയ യെരൂശലേമിലേക്ക് നിങ്ങൾ നോക്കി, ഇവിടെ നിന്ന് നോക്കൂ പുതിയ യെരൂശലേമിലേക്ക് അല്ലേ? അതിന് ചുറ്റും കൂടാരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
Praise the Lord. അതിന് ചുറ്റും കൂടാരങ്ങൾ. പുതിയ യെരൂശലേമിൽ മണവാളനുണ്ട്. ബൈബിൾ കൃത്യമായി പറയുന്നു മണവാട്ടി അവിടെയുണ്ട്. അപ്പൊ മണവാളും മണവാട്ടിയും താമസിക്കുന്ന സ്ഥലമാണ്, താമസിക്കാൻ പോകുന്ന സ്ഥലമാണ് പുതിയ ജെറുസലേം, ന്യൂ ജെറുസലേം. അതിന് ചുറ്റും 12 ഗോത്രങ്ങളുടെ കൂടാരങ്ങളുണ്ട്. അപ്പോൾ പുതിയ യെരൂശലേമിൽ ഇരിക്കുന്ന മണവാളിന്റെയും ഒപ്പം മണവാട്ടിയുടെയും വലുപ്പവും ഞാൻ ഓർക്കുകയാണ്. രണ്ടാമത്തെ ടാഗ്മ, രണ്ടാമത്തെ സമൂഹം എന്നറിയുന്ന ഇസ്രായേൽ 12 ഗോത്രങ്ങളാണ് ഇതിന് ചുറ്റും പാർക്കുന്നത്. അവരാണ് ടാബർനാക്കിൾസ്. ഒരു ആമേൻ പറയാൻ പറ്റും. ഇനി ലൂക്കോസ് 14:9 വായിക്കാം. ഞാൻ ഈ പറഞ്ഞൊരു അടുക്കിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നാളുകൾ നിങ്ങൾക്ക് ഉപയോഗമാണ്. ലൂക്ക് ചാപ്റ്റർ 16:9. ഇംഗ്ലീഷ് KJV വായിച്ചാൽ നന്നായിരിക്കും. അനീതിയുള്ള മാമനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതില്ലാതാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ And I say to you, make friends for yourselves by unrighteous mammon, that when you fail, they may receive you to an everlasting home. KJV വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. And I say unto you, make to yourselves friends of the mammon of unrighteousness, that when ye fail, that may receive you into everlasting habitation. നിത്യമായ കൂടാരങ്ങൾ അത് എവിടെയുണ്ടെന്നാണ്. ഇനിയാണ് നമ്മുടെ മനസ്സ് വരേണ്ടത്. യേശു ഒരിക്കൽ പറഞ്ഞു, In my father's house there are many mansions. ഗ്രീക്ക് അനുസരിച്ച് മാൻഷൻസ് ആണ്, പാലസ് ആണ്. ധാരാളം പാലസുകൾ വേറെയുണ്ട്. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. അവിടെ തന്നെ ധാരാളം ടാബർനാക്കിൾസ് ഉണ്ട്. എല്ലാവരും എന്റെ കൂടെ വരുന്നു. ഇനി യോഹന്നാൻ 14:2 ജെറോം വായിച്ചാട്ട്. ഞാൻ ജെറോമിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വായിക്കുന്നവർ നല്ലതായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ, തെറ്റൊന്നുമില്ല. ജെറോം എൻ്റെ മോനാണ്, കൊച്ചുമോനാണ്. അവരെ കൊണ്ട് വായിപ്പിക്കുന്നത് KJV ഉള്ളതുകൊണ്ടാണ്. വായിച്ചാട്ടെ മോനെ നന്നായിട്ട്. In my father's house are many mansions. Many mansions. If it were not so, I would have told you. അതില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, I go to prepare a place for you. മലയാളത്തിലില്ല. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ്, പിതാവിന്റെ ഭവനത്തിൽ അനേകം മാൻഷൻസ് ഉണ്ട്, പാലസുകളുണ്ട്, ടാബർനാക്കിൾസ് ഉണ്ട്. അതെന്താണ്? ഇതെല്ലാം നിത്യമാണ്. ഒരു സ്തോത്രം പറയാൻ കഴിഞ്ഞിട്ടില്ല. 2 Corinthians chapter 5:1 ഒന്ന് വായിച്ച്. 5:1. ഒരു നിത്യഭവനം. ഇംഗ്ലീഷ് ഒന്ന് വായിച്ച പോലെ. For know that if our earthly house of this tabernacle were dissolved, we have a building of God, and house not made with hands, eternal in the heavens. ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ. Eternal in the heavens. സ്വർഗ്ഗങ്ങളെ കുറിച്ചുള്ള കാഴ്ച നമുക്ക് ഇവിടെ വരുന്ന ആവശ്യമാണ്. ഇന്നലെ യൂട്യൂബിൽ കണ്ടു, ഹെവൻസ് എന്ന് പറഞ്ഞ ക്ഷമയും എന്നത് വെറൊരു ഫ്രേസാണ്. തെറ്റാണത്. ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു വെറൊരു ഫ്രേസ്. നോ, അങ്ങനെയല്ല. ബൈബിളെ കുറിച്ച് അറിയില്ല. 681 വാക്യങ്ങളിൽ 3 എബ്രായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, 3 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യവഹാരം ഒന്ന് പറയാൻ മാത്രം ഞാൻ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം അറിയാം, നിത്യമായ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും എന്നില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം, പലപ്പോഴും അത് കറക്റ്റ് അല്ല പറയുന്നത്. നിത്യമായ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും എന്നല്ല, നിർമ്മിച്ച സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. എന്നാൽ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്റെ കൂടെ വരുന്നു.
എവർലാസ്റ്റിംഗ് ഹെവൻ ഓഫ് ഹെവൻസ് ഉണ്ട്, എന്നാൽ മെയ്ഡ് ഹെവൻസ് ഹെവൻ ഓഫ് ഹെവൻസ് ആണ്. അതാണ് ശരി എബ്രായ ഭാഷ. ഇവിടെ നിങ്ങൾ എൻ്റെ കൂടെ ഒരു മിനിറ്റ് ഒന്ന് വന്നേ, ഇവിടെ വായിച്ചു നോക്കിയ നിങ്ങൾ, നിത്യമായ സ്വർഗങ്ങളിൽ നിത്യമായ ഒരു ഭവനം നമുക്ക് വേണ്ടിയുണ്ട്. അവിടെ നിന്ന് ചെന്ന് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കല്ലേരി ഉറക്കെ പറഞ്ഞു ശക്തമായ നമുക്ക് സന്തോഷത്തോടെ കല്ലേരി പറയാം. അപ്പൊ നിത്യമായ സ്വർഗങ്ങളിൽ നിത്യമായ എന്തൊക്കെയുണ്ട്? പാലസുകളുണ്ട്, ടാബർനക്കിൾസ് ഉണ്ട്, ഒരു ഭവനമുണ്ട്. ഒരു ആത്മീയം പറയാം അല്ലേ? ആ ഭവനത്തോടൊപ്പം തന്നെ എ പ്ലേസ്, ഒരു സ്ഥലം നമുക്ക് വേണ്ടി ഒരു കാര്യം അവിടെ ചെന്ന് ചേരണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഇനി വായിച്ച വാക്യത്തിന് ഒരു കുറിപ്പ് കൊണ്ട് പറഞ്ഞിരിക്കാം. നമ്മുടെ ടൈം പാലിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ടൈം പാലിക്കുന്നുണ്ട്. പിന്നെ 5 മിനിറ്റോട് കൂടുതൽ പ്രസംഗിച്ചോളാൻ എന്നോട് ചെവിയിൽ പറയുമ്പോഴാണ് 5-10 മിനിറ്റ് കൂടുതൽ എടുക്കുന്നത്. മനസ്സിലായി? എല്ലാവർക്കും പിടിയിട്ടുണ്ട്. ചെവിയിൽ എന്നോട് പറയാൻ അധ്യക്ഷമായി 5 മിനിറ്റ് കൂടുതൽ എടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ആരറിയുന്നില്ല, ഓഡിയൻസ് അറിയുന്നില്ല. ബട്ട് ആ ഒരു മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ ചെന്നപ്പോൾ സാർ ഒരു കാര്യം ചെയ്തു. ഇടയ്ക്ക് ഒരു കുറിപ്പ് എന്തില്ല, സാർ ഒരു കാര്യം ചെയ്തോളൂ, ഈ വിഷയം പൂർത്തീകരിച്ചിട്ട് ഇറങ്ങിയാൽ മതി, ഒരൊറ്റ ഒന്നും പറയില്ല. 1.5 മണിക്കൂറോടെ വേണം പൂർത്തീകരിക്കാൻ. നിങ്ങൾ എന്റെ കൂടെ എനിക്കിപ്പോ തന്നിരിക്കുന്നത് 12:45 ആ ക്ലോക്കിൽ 12:45 ആകുമ്പോൾ ഞാൻ ഇരിക്കും. പിന്നെ നിങ്ങളുടെ ഇരിപ്പനുസരിച്ച് 4 മണി വരെ ആയാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. തൃശ്ശൂർക്ക് പോകുന്നത് കേട്ടോ. ഇനി ആ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്തത് 46-ാം സങ്കീർത്തനം 4-ാം വാക്യം മലയാളം വായിക്കണം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ. ചോദ്യം, ദൈവനഗരം ഏതാണ്? വ്യക്തമായി 48-ാം സങ്കീർത്തനത്തിലും മത്തായി 5-ലും ഏതാണ്? സയോൻ ആൻഡ് ജെറുസലേം ചേർന്നതാണ് ദൈവനഗരം. ഇന്ന് വരെ അവിടെ ഒരു നദിയില്ല. എല്ലാവരും കൂടി വിട്ടു. എന്റെ കയ്യിൽ ആകെ 106 ബൈബിളാണ് കിട്ടിയത്. ആ 106 പരിശോധിച്ചു. 5 ഹീബ്രു ബൈബിളും 8 ഗ്രീക്ക് ബൈബിളും പരിശോധിച്ചു. 12 എൻസൈക്ലോപീഡിയ പരിശോധിക്കുക. പിന്നെ ഇപ്പൊ എല്ലാം വെബ്സൈറ്റ് പണ്ഡിതന്മാരായതുകൊണ്ട് അവിടെ കയറി നോക്കി, ഹബ്ബും ഇതൊക്കെ നോക്കി. ഇതിലൊന്നിലും ഇന്ന് വരെ വേൾഡ് ഹിസ്റ്ററിയിൽ വരെ ഇല്ല. എന്തില്ലെന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? എവിടെ? സിയോനിലും യെരുശലേമിലും ഒരു നദി ഇന്ന് വരെ ഇല്ല. പിന്നെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ സെൻട്രൽ പാസ് ആകാൻ പോകുന്ന സെക്രട്ടറി ഒന്ന് വായിച്ചു. നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ. അപ്പൊ അതിന് നദി ഉണ്ടെന്നും തോടുകൾ ഉണ്ടെന്നും അത് ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്നതാണെന്ന് പറയുമ്പോൾ ആണ് പ്രശ്നം. 46-ാം സങ്കീർത്തനം ഘോരപുത്രന്മാരുടെ സങ്കീർത്തനം. തീവ്രമായി ജ്വലിച്ചു നിൽക്കുന്ന വലിയ കഷ്ടങ്ങളുടെ ഒഴുക്ക് അവരെ ഇല്ലാതാക്കും എന്ന് പറയുന്ന സമയത്ത് ദൈവം കൊടുത്ത വാക്കുകളാണ്. ആദ്യം എന്താ പറയുന്നത്? ഒന്ന് വായിച്ച് 3 വാക്യങ്ങൾ ഓടിച്ച് 46. അതിനെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് 1 മുതൽ 3 വരെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും അപ്പൊ ഭൂമി മാറാവുന്ന അന്തരീക്ഷം. അടുത്തത് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യത്തിൽ വീണാലും. എന്റെ ചോദ്യം, ഘോരപുത്രന്മാരുടെ സംഭവത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ടോ? എവിടെ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണു? ഉണ്ടോ ബ്രദറെ? ഈ ബ്രദറിന്റെ പേരെന്താ? ജോൺസന്റെ നോട്ടം തന്നെ കണ്ടറിയാം, ഒരു ഫോട്ടോ ഞാൻ വീണിട്ടില്ല. ആമേൻ. അല്ലേ ജോൺസൺ? അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, നടന്ന കാര്യത്തെ കുറിച്ചല്ല, നടന്ന സംഭവത്തിൽ ദൈവം കൊടുത്ത വിഷനാണ് അറിയേണ്ടത്. ഒരു ഹല്ലേലൂയ പറയുന്നത്. ക്രൈസിസ് വരുമ്പോൾ
ട്രബിൾ കയറി വരുമ്പോൾ, വലിയ അഫ്ലിക്ഷൻ നമ്മളെ വേട്ടയാടുമ്പോൾ, ആ ടൈമിൽ ദൈവം തരുന്ന വിഷൻ ഉണ്ടെന്ന് അറിയുന്നവർ എത്ര പേര്? സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ഹല്ലേലൂയ. ഞാൻ കൊച്ചു പുസ്തകം എഴുതിയിട്ടുണ്ട്, യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ ഫുൾ കമന്ററി. ആ കമന്ററി എഴുതുന്നതിനിടയ്ക്ക് ഞാൻ ചുരുണ്ട് കിടക്കായിരുന്നു 3 മാസം 10 ദിവസം. ആ 3 മാസം 10 ദിവസം ചുരുണ്ട് കിടക്കുമ്പോഴും കിടന്ന കിടപ്പിൽ വായിച്ച് കേട്ട് കമന്ററി പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ കിടപ്പിന്റെ വേദനയുടെ തീവ്രത പറയാൻ സമയമെടുക്കുന്നതിനേക്കാൾ അന്ന് ദൈവം തന്ന വാക്കുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ. കമന്ററി ഇവിടുന്ന് അമേരിക്കയിൽ ചില ഒത്തിരി പേര് ആവശ്യപ്പെട്ടു, അവർക്ക് അയച്ചു കൊടുത്തു. അതിൽ ഒരു വലിയ പണ്ഡിതൻ, നിങ്ങളൊക്കെ അറിയുന്ന കൺവെൻഷൻ ക്ലാസ്സിൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സാർ, ഇന്ന ഭാഗം എന്റെ ചരിത്രത്തെ വഴിമാറ്റി. ഞാൻ ഇന്ന് കണ്ണീർ കയത്തിലാണ്. ധനമുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ധനം എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് പുള്ളിയാണ്. 46 കൊല്ലമായിട്ടുള്ള അവിടെ. ആർക്ക് മനസ്സിലായില്ല? അദ്ദേഹം പറയുന്നത്, ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എന്റെ എല്ലാ വേദനയും അലിഞ്ഞുപോയി. ഇവിടെ ഞാൻ പറയുന്ന കാര്യം കേൾക്കൂ. കഷ്ടങ്ങൾ കയറി വരുന്ന സമയത്ത് ദൈവം തരുന്ന വിഷനാണ് 46-ാം സംഖ്യ. ഇനി 46-ന്റെ 4 വായിച്ചിരുന്നാല് ഒരു നദി ദൈവനഗരത്തെ. ഇനി കോരഹപുത്രൻ എന്ന് പറയുന്ന നമ്മുടെ ജോൺസൺ ആണ് വിചാരിക്കും. ഇപ്പൊ അങ്ങനെ ഒരു വിഷനൊക്കെ കിട്ടാവുന്ന ഒരു ഇല്ലേ സെക്രട്ടറി നോക്കി നിങ്ങൾ അദ്ദേഹത്തിന്റെ വിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ വിഷൻ എന്താ? 6 പ്രധാന വാക്കുകളാണ് വിഷനോട് ബന്ധപ്പെട്ട എബ്രായ ഭാഷ പഠിക്കേണ്ടത്. അതിലൊരെണ്ണം ഞാൻ പറയാം, മെന്റൽ സെറ്റ് നടത്തണം. അപ്പൊ മനസ്സിൽ ദൈവം ഒരു കാഴ്ച കൊടുക്കുക, ഉള്ളിൽ ദൈവം സംസാരിക്കുക. ബാംഗ്ലൂർ കഷ്ടം സഹിക്കുന്ന, വേദന സഹിക്കുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. നമുക്ക് മെന്റൽ സൈറ്റ് തരും, അന്തർഭാഗത്ത് വാക്കുകൾ നിറച്ചു തരുന്ന എന്റെ ദൈവം എന്റെ കൂടെ ഇനി നാം ഈ കാര്യം എപ്പോൾ നടക്കുമെന്ന് പറയുമ്പോഴാണ് അതിന്റെ ഭംഗി. എടുത്ത് സെഖര്യാവ് 14-ന്റെ 4 മുതൽ 8 വരെ മലയാളത്തിൽ വായിച്ചു കണ്ടു. സെഖര്യാവ് 14-ന്റെ 4 മുതൽ 8 വരെ വായിക്കുകയാണ്. വായിച്ചാൽ അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. 5-ാം വാക്യം. എന്നാൽ മലകളുടെ താഴ്വര ആസനം വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും. ഒലിവുമലയിൽ യഹോവയും സകല വിശുദ്ധന്മാരും കാല് ചവിട്ടുന്ന സമയമാണെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. ഇനി 6-ാം വാക്യം വായിക്കും. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. ഒരു ആമേൻ പറയാൻ സന്തോഷം. ഞാൻ ഈ പറയുമ്പോൾ 46-ാം സംഖ്യത്തിന്റെ 48-ന്റെ വലുപ്പത്തിൽ അടുത്ത് കാരണം യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസത്തെ കുറിച്ച് 16 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ഒടുക്കത്തെ എന്നാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ചിലരൊക്കെ പറയാറുണ്ട് ഈ വാക്ക് അല്ലേ, സംഭവമൊക്കെ വരുമ്പോൾ ഒടുക്കത്തെ എന്നൊക്കെ പറയാറുണ്ട്. ആ ഒടുക്കത്തെ നാളെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 40 പ്രയോഗങ്ങളാണ് ദിവസത്തെ കുറിച്ച് ബൈബിളുള്ളത്. അതിലൊടുക്കത്തെ നാളെന്ന് പറയുന്നത് യഹോവയുടെ ദിവസം എന്നാണ് പഴയ നിയമത്തിൽ. അതങ്ങനെ തന്നെ കർത്താവിന്റെ ദിവസം എന്ന് പുതിയ നിയമത്തിൽ. അപ്പൊ നമ്മുടെ പഠന വിഷയം ഇപ്പൊ എവിടെയാ? കർത്താവിന്റെ ദിവസത്തിന്റെ ആരംഭമാണ്, യഹോവയുടെ ദിവസത്തിന്റെ ആരംഭമാണ്. ഇനി താഴോട്ട് ഓടിച്ചൊന്ന് വായിച്ച്. അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം, അന്നാണ് കർത്താവിന്റെ ദിവസത്തിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് ഒരു ഹല്ലേലൂയ വരട്ടെ. അപ്പൊ എന്ന് പുറപ്പെടുന്ന കാര്യമാ കോരപുത്രന്മാർക്ക് കൊടുത്തത്. ഇത്
പറഞ്ഞ പരപുത്ര കർത്താവിന്റെ നാളിൽ എന്ന് കൊടുക്കുന്ന കാര്യമാണ്. കർത്താവിന്റെ നാളിൽ ഒടുക്കത്തെ നാളിൽ സിയോനിൽ കർത്താവിന്റെ ദിവസത്തിൽ യഹോവയുടെ ദിവസത്തിൽ സിയോനിൽ യെരൂശലേമിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നത് കാണുക മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ രക്തം കാഴ്ചപ്പാടുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. പ്രതിസന്ധികളിൽ ദീർഘദൂര ദർശനത്താൽ വേദനയെ പറിച്ചു മാറ്റുന്ന എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയുന്നവർ കൈയടിച്ച ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ഭാഗത്തേക്ക് നമ്മൾ വന്നു. മഹാരാജാവിന്റെ നഗരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്നൊരു നദി പുറപ്പെടും. ആ നദി വായിച്ച് ഇപ്പൊ വായിച്ച വായിക്കും ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്ക് പാതി പടിഞ്ഞാറേ അപ്പൊ കടലിലേക്ക് ഒഴുകും. തോടുകൾ പിരിയും, സ്ട്രീംസ് പിരിയും. അന്നാണത് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ അറിഞ്ഞിരിക്കണം, സകല വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് ക്രിസ്തുവിനോട് കൂടെ വന്ന കാലുകുത്തുന്ന കാലത്തെ കാര്യമാണ് 46-ാം സങ്കീർത്തനത്തിൽ കുറെ ഹുദ്ധന്മാർക്ക് ദൈവം കൊടുക്കുന്നത്. തെളിവുകൾ 46-ാം സങ്കീർത്തനത്തിൽ തന്നെയുണ്ട് കേട്ടോ. അവിടെ കിടക്കാൻ നേരം എടുക്കുന്നില്ല. ഒന്ന് വായിച്ച് 5-ാം വാക്യം വായിച്ച് വേഗം തെറ്റിയിരിക്കല്ല. അപ്പൊ ദൈവം അതിന്റെ മധ്യത്തിൽ ഉണ്ട് എന്ന് പറയുന്നൊരു ടൈമുണ്ട്. സഖരിയാവ് 14:9 വായിച്ച് വേഗം. സഖരിയാവ് 14:9 ഉണ്ട് എന്ന് പറയുന്ന ടൈമുണ്ട്. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. ആ. അന്നാളിൽ യഹോവ അന്നാളിൽ യഹോവ ഏകനും, അവന്റെ നാമം ഏകവുമായിരിക്കും. ദൈവത്തിന്റെ നാമം ഏകവും ഏകനുമായി പുതിയ യെരൂശലേമിൽ ലോകം അറിയുന്നതിന് മുമ്പ്, പുതിയ യെരൂശലേമിൽ ലോകം അറിയുന്നതിന് മുമ്പ്, പുതിയ ഭൂമി വരും മുമ്പ്, ശ്രദ്ധിക്കുക, പരീക്ഷാ കാലത്തിന്റെ അവസാനം സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിൽ ഒരു നദി അവിടെ ഒഴുകും. ആ നദിക്ക് ശാഖകൾ ഒഴുകും. മക്കളെ നിങ്ങൾ കാണുക, അന്ന് ഇവിടെ സകല വിശുദ്ധന്മാരും ഉണ്ട്. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് നിങ്ങൾ ആരാധിക്കാൻ എന്നോട് ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പുള്ളവർ എത്ര പേര്? അറിയപ്പെട്ട ഒരു അച്ഛൻ സ്നാനപ്പെട്ടു, ജീവിച്ചിട്ട് 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മകൻ തെറ്റായ രീതിയിൽ മരിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കാണ് കൃപയിലേക്ക് വന്നത്. ഒരു 6 സംഭവങ്ങൾ അടിക്കടി വന്നിരിക്കുക. 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും ക്രിട്ടിക്കൽ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാവരും കൂടി ഉണ്ടോ? ഒരു ചെറിയ കൂട്ടത്തെ സഭയെ ദൈവം നൽകി. അതിലെ ഭൂരിപക്ഷം പേരും അടിക്കടി പ്രശ്നങ്ങൾ വരുമ്പോൾ അച്ഛൻ്റെ വൈഫ് അവരെ വിളിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയതിനാൽ അവരും എതിരായി. ഈ സങ്കീർത്തനത്തിന്റെ ദൂത് ശാന്തമായി പൊടിയിലൂടെ കേൾപ്പിച്ചു. ഇതിലൊരു ഭാഗം അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം, എന്റെ കെട്ട് കർത്താവ് അഴിച്ചു. ഉറപ്പുള്ളവർ എത്ര പേര്? ശക്തമായിട്ടൊരു വിഷയം, കാഴ്ചപ്പാട്, ദർശനം മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ പ്രതിസന്ധികളിൽ ദർശനം ഒന്ന് മാറണം, എന്റെ കാഴ്ചപ്പാടൊന്ന് മാറണം, എന്റെ ചിന്തകൾക്ക് വഴിമാറ്റം വരണം. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ കണ്ണ് പ്രശ്നങ്ങളിൽ തറച്ചു നിൽക്കരുത്. നമ്മുടെ കണ്ണ് ദുഃഖങ്ങളിൽ തറച്ചു നിർത്തരുത്. ഇത് കാഴ്ചപ്പാട് മാറ്റുന്ന, വിഷൻ നൽകുന്ന ഗാനമാണ് 46-ാം സങ്കീർത്തനം, 48-ാം സങ്കീർത്തനം. എങ്കിൽ പാട്ട് പാടാൻ താല്പര്യമുള്ളവർ എത്ര പേരോട് ഇരിക്കും? രാമൻ പറയാൻ നമുക്ക് എബ്രഹാം എന്ന് പറഞ്ഞ കർത്താവിന്റെ വാസ്തുവിനും അറിയാം അല്ലേ? എബ്രഹാമിനെ അറിയില്ലേ? അദ്ദേഹം കുറെ പാട്ടുകൾ എഴുതി, എന്നിട്ട് CD-യിലാക്കി. അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചായിരുന്നു. തിരുവനന്തപുരത്ത് ബെറ്റാ പ്രോഗ്രാം വെച്ചു. മന്ത്രി വന്ന് 2 വാക്ക് പറയും, ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രസംഗിക്കണം.
അപ്പൊ മന്ത്രി അടുത്ത് വന്നിരുന്നപ്പോൾ പാസ്റ്റർ വന്നെന്ന് ചോദിച്ചു. ചെറിയ തോതിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്താണെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് വാക്ക് പറഞ്ഞിരുന്നു, പാസ്റ്റർ മന്ത്രി 2 വാക്ക് പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇരിക്കുകയാണ്, പ്രസംഗം മുഴുവൻ കേട്ടിട്ട് പറഞ്ഞു. എല്ലാവരും കൂടി ഉണ്ടല്ലോ. എനിക്കിത് ഭയങ്കര സന്തോഷം. മന്ത്രി എത്തി സുശീല പ്രവർത്തിക്കാൻ പറ്റി. അന്ന് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ അകത്ത് കിടക്കുക. ഉൽപ്പത്തി 1:26 ബൈബിളിലെ ആദ്യ കവിതകൾ അവസാനിക്കുന്നത് പാട്ട് എന്ന അർത്ഥത്തിൽ ഒരു വാക്കാണെങ്കിൽ വെളിപ്പാട് 15 പാട്ട് കേൾക്കുന്നത് 19 എല്ലാവരും കൂടി ഉണ്ടല്ലോ. 2 ഭാഗമായി ഞാൻ ഓർപ്പിക്കാൻ പോകുന്നു. ബൈബിൾ വെളിച്ചത്തിൽ പാട്ട് 2 ഭാഗമാണ്. ഒന്ന് എപ്പോഴും വിപ്ലവകാരമായി തുടങ്ങുന്നതാണ് ഉൽപ്പത്തി 4. ഞാൻ 77 ഇരട്ടി പകരം ചെയ്യും എന്നൊക്കെയാണ്. ചില സമായോഗത്തിലൊക്കെ പാട്ട് കേട്ടാൽ അവരുടെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ മക്കള് ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ സഹോദരനാണെന്ന് തോന്നുന്നു എന്നൊക്കെ തോന്നുന്നു അല്ലേ. ചില പാട്ടൊക്കെ സാക്ഷി കഴിഞ്ഞ് അടുത്ത പാട്ട് കേൾക്കുമ്പോൾ നോക്കണം, ആ ശത്രുഭീതി കേട്ട് തല്ലും നടുനീടിലും എല്ലാവരും കൂടി ഉള്ളത്. ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് തൊട്ട് പുറകിലാ പാട്ട്. ഇതല്ല നമ്മുടെ പാട്ട്. നമ്മുടെ പാട്ടിൽ ഒത്തിരി അനുഭവങ്ങൾ ബൈബിൾ പങ്കുവയ്ക്കുന്നത്. അതിലൊന്നാണ് കോരപുത്രന്മാരുടെ പാട്ട്. ആ കുടുംബത്തിന്റെ നിലം മൊത്തം തെറ്റിയിരിക്കുക അല്ലേ. നിലം മൊത്തം തെറ്റിയിരിക്കുക. ഭൂമിയിലേക്ക് പിതാക്കന്മാർ ഇറങ്ങി പോകുന്നത് നഗ്നനയനങ്ങൾ കൊണ്ട് കണ്ട, ഉരുകിയ, വേദനിച്ച, ചരിത്രത്തിൽ വായിക്കാൻ പറ്റാത്ത വേദനയുടെ പുളപ്പുള്ള ആ സമയത്താണ് അവരുടെ അകത്തൊരു വിഷയം ദൈവം കൊടുക്കുന്നത്. നിങ്ങൾ പേടിക്കണം, എന്നോടുകൂടെ സകല വിശുദ്ധന്മാരോടുകൂടെ ഒരു നദി നിങ്ങൾ കാണും. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ ആ കാഴ്ചപ്പാടിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പി.ജി. മാസ്റ്ററുടെ വൈഫിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയൊരു ചിന്ത ഞാൻ പറഞ്ഞു. പി.ജി. മാസ്റ്റർ കണ്ടിട്ടില്ലേ? ഈ ചർച്ചയിൽ തന്നെ എത്ര വട്ടം പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിക്കുക, ശക്തമായി എതിർത്തു വിചാരിക്കുക, നാഗൽ സാഹിബിന്റെ ഒരു പഴയ പാട്ടമാണ് കേട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് ആവശ്യത്തില്ലേ, കൃത്യമായ അനുഭവമുള്ള കാര്യം പറയും. നാഗൽ സാഹിബിന്റെ ഒരു പാട്ട് പാടും, ഇല്ലെങ്കിൽ പഴയൊരു പാട്ടിന്റെ 4 വരി പാടും. ആ പാട്ട് പാടി കഴിയുമ്പോൾ വാട്ടം എല്ലാം മാറും, കോട്ടം തീരും, തിട്ടമായി ആളെ കട്ടയിലേക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് ശരിയാണ്. ഞാൻ മനസ്സിലാക്കിയോ? ഇത് വെരി സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമാണ്. അനുഭവത്തിൽ എത്ര പേർക്ക് അനുഭവത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹം. മോളുടെ പേരെന്താ? റോസിന്. കഷ്ടം വരുമ്പോൾ തന്നെ സ്റ്റെല്ലാറ്റി ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് വിളിക്കാൻ പോലെ സ്റ്റെല്ലാറ്റിയോട് പറയാം. സ്റ്റെല്ലാറ്റി ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ച് ഇപ്പൊ ഒരു ദൂത് കിട്ടിക്ക് സംഗതി നന്നായിരുന്നു. എന്നിട്ട് വരുന്ന പ്രവാചകനോ പ്രാർത്ഥിക്കാതെ വന്നിട്ട് ബാക്കിയെല്ലാം പറയും. അനുഭവത്തിൽ പറയുന്നത് ഇതൊന്നും കേൾക്കാൻ സമയം എടുക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രവാചകൻ വരേണ്ടത് ദൈവനിശ്ചയമാണെങ്കിൽ നിശ്ചയമായും പാപപാസും സെല്ലാറ്റി അറിഞ്ഞ് ആ വീട്ടിൽ വരുത്തുന്ന ദൈവമാണ് എന്റെ ദൈവമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം വരുത്ത പുതിയ ദൈവ വീക്ഷണമാണ്. അതിന്റെ 3-ാം ഭാഗത്തേക്ക് കൊണ്ട് കടക്കുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം കണ്ടു, നമ്മുടെ വിഷൻ ചേഞ്ച്. ഒന്ന് പറഞ്ഞേ, വിഷൻ ചേഞ്ച്. ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അതിന് നമ്മുടെ പി.ജി. മാസ്റ്റർ ഭാര്യയുടെ നല്ലൊരു ഉദാഹരണം കിട്ടിയല്ലേ. എന്താ ഉദാഹരണം? ആ നമ്മുടെ സെൻട്രൽ പാസ് ആകാൻ പോകുന്ന ആളുടെ വീട്ടിൽ കഷ്ടം കയറി അല്ലേ. കഷ്ടങ്ങൾ പറന്നു പോകുന്നത് നടന്നുവാണെന്ന് എഴുതിയിരിക്കുന്നത്. പറന്ന് വന്ന് ചോദിക്കാതെ കയറിയിരിക്കുക. വൈഫിന്റെ പേരെന്താ?
സുബി അച്ഛ നമ്മുടെ കാര്യമെല്ലാം മെച്ചമായി. അച്ഛ കെട്ടി വന്നിരിക്കുന്ന കണ്ടില്ലേ കഷ്ടം, എന്ത് ചെയ്യും? ഉടനെ ബാബാസ് വിളിച്ചു. ബാബാസ് സെല്ലാറ്റി വന്നു. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങണ കഷ്ടം, ഇറങ്ങുന്നില്ല. നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ റെജി പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് നേരെ ഇന്ന പ്രവാചകനെ വിളിക്കാം. പ്രവാചകനെ ഡൽഹിയിൽ നിന്ന് വരുത്തി ഇവിടെ വന്നു. പ്രവാചകൻ 3 ദിവസം ഇരിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കഷ്ടപ്പെടുന്നു. അതിന്റെ കാരണം ആ കഷ്ടത്തിന് സാധിച്ചെടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് എന്നറിയുന്നവർ ദൈവത്തെ ഒരു ഹല്ലേലൂയ പറയാം. ശക്തമായ ഹല്ലേലൂയ പറയാം. സാധിച്ചെടുക്കേണ്ടതായ കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ട് വീട്ടിൽ നടക്കും. അത് ലോകം അറിയും എന്നുറപ്പുള്ളവരെ നല്ലൊരു ഹല്ലേലൂയ പറയാല്ലേ? നല്ലൊരു ഹല്ലേലൂയ പറയാല്ലേ? ആമേൻ. സാധിച്ചെടുക്കേണ്ടത് സാധിച്ചെടുത്തിട്ട് അവിടെ നടക്കും. അവിടെ മുതൽ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അത് കോമ്പൗണ്ട് പ്രോബബിലിറ്റി തിയറി പോലെയാണ് കാര്യം. സംയുക്ത സാധ്യത ഗതി നിയമത്തിന്റെ സ്ഥിതി പോലെയാണ് കഷ്ടങ്ങളുടെ സമാപനം. ഡെസ്റ്റിനേഷൻ ഓഫ് ട്രബിൾ, ഡെസ്റ്റിനേഷൻ ഓഫ് അഫ്ലിക്ഷൻ. നമ്മുടെ കണ്ണ് എവിടെ ചെന്ന് പതിക്കണം? ഡെസ്റ്റിനേഷൻ ഓഫ് അഫ്ലിക്ഷൻ. കഷ്ടതയുടെ പാരമ്പര്യത്തിൽ കണ്ണി എന്നാൽ ചിരിച്ചോണ്ടായിരിക്കും പിന്നെ നടക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഞാൻ ഈ ചുരുണ്ട് കിടക്കുന്ന സമയത്ത് വന്നിരിക്കുക. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ കിടക്കുന്നത്. ചവിട്ടുപടി കയറിങ്ങനെ വരുമ്പോൾ എന്റെ അച്ഛായി എല്ലാവരും ഇരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ കഴിയും. ആരിത് വരുന്നത് നിങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രസിഡന്റാണ് കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറ്റി? ഈ കിടപ്പ് ഞാൻ കിടപ്പ് കാണുന്നില്ലല്ലോ. ഞാനിപ്പോഴും ഞാൻ അദ്ദേഹത്തിനൊരു വാക്ക് പറഞ്ഞു. എന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കയറ്റി വർമ്മ എന്നൊരു ഡോക്ടറാണ് അതേപോലെ ഡോക്ടറെ ചെക്ക് ചെയ്ത ദിവസം പറഞ്ഞു ദിസ് ഇസ് തെലാമിക് ബ്ലീഡിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, എങ്കിലും നിങ്ങളുടെ ഫിസിയോളജി എന്ന് പറഞ്ഞ MBBSന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് 1114 പേജുകൾ വീട്ടിൽ കിട്ടും. 2 വട്ടം വായിച്ചോണ്ടായിരുന്നു. ഇന്നൊരു പിടികിട്ടി. നമ്മുടെ കാര്യം പറയുന്നത് 2 വട്ടം വായിച്ചു, ഒരു കാര്യം പിടികിട്ടി. പക്ഷെ തെലാമിക് ബ്ലീഡിങ്ങിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് എന്നെ തലത്തിരിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് ഈ ഭാഗം ഞാൻ വായിച്ചു എന്റെ ഓർമ്മയില്ല. അത് പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എന്നെ കോരിയെടുത്ത് കാലിൽ കയറ്റി. ആ കയറ്റുന്ന സമയത്ത് കാല് ഇങ്ങനെ തൂങ്ങി നിൽക്കുക, ഇടത്തെ കാല്. വീണ്ടും എന്റെ സ്റ്റുഡന്റ് വന്ന് ആ കാര്യത്തിൽ പൊക്കി വെച്ചു. ഇങ്ങനെ 4 പേര് കാലിൽ ഇരുന്നപ്പോൾ എന്റെ അടുത്ത് ദൈവം പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. അവരോട് പറഞ്ഞു, അതിലാണ് പത്മോസിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെളിപ്പാട് പുസ്തകം പുറത്തു വരുമെന്ന് ഈ അറിവുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നു. പത്മോസിലേക്ക് അപ്പോസ്തലനായ യോഹന്നാനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെളിപ്പാട് പുസ്തകം പുറത്തു വരും. ആ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ വൈഫിനൊന്ന് വിളിക്കാം. വിളിച്ചു. മോളെ, അച്ചായൻ പറഞ്ഞില്ല, നീ കരയണ്ട. എന്താ കാരണം അറിയാമോ? അദ്ദേഹത്തിന് കേരളത്തിൽ നിൽക്കാൻ കഴിയാത്ത കടുത്ത പ്രതിസന്ധി. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോകുന്ന വഴിയിലെ വന്നിട്ടാണ്. അദ്ദേഹം അവിടെ വെച്ചെടുത്ത് തീരുമാനം പറയാം, ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എത്ര പേരുടെ വിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയും. അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വൈഫിനെ വിളിച്ചെന്റെ എഴുതുന്നു. ഞാൻ പറഞ്ഞു, സന്തോഷമായോ? ഉവ്വ്. അവരുടെ 2 കൈകൾ 20, 2 കൈകൾ 10 പേരുണ്ട്. 2 കാലുകൾ 20
വിരലുകൾ, 2 കാലുകളുടെയും കൈകളുടെയും 20 വിരലും പഴുത്ത് ചീഞ്ഞ് കിടക്കുന്ന സമയം. ഒരൊറ്റ നേതാക്കന്മാർ വീട്ടിൽ കയറിയില്ല, ഒറ്റ അംഗങ്ങൾ വീട്ടിൽ കയറിയില്ല. എല്ലാവരും അറിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ, അരികിൽ വരുന്നില്ല. ഈ വിവരം എന്റെ സ്റ്റുഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഇന്റെ അടുത്ത് കൺവെൻഷൻ വരുത്തില്ലേ, അത് കഴിഞ്ഞിട്ട് ഇന്നാലും വീട്ടിൽ ഓരോ ചെന്ന് പറ്റി ഈ കണ്ടീഷനിലാണ്. എല്ലാവരും ശ്രദ്ധിക്കാൻ പറയുക, 20 വിരലുകളും ചീഞ്ഞ് മണമെടുത്ത് അടുത്ത് ചെല്ലാൻ പറ്റില്ല. ആ വീട്ടിൽ ചെന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ആ കട്ടിലിൽ പോയി ഇരിക്കി. എന്റെ കാലിൽ തുടയിൽ 2 കുരുവെന്ന് ഞാൻ അനുഭവിച്ചു. വേദന എന്താണെന്നൊന്ന് പറയാം. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകും. പിന്നെ ആ കട്ടിൽ കിടക്കേണ്ടി വന്നില്ല. അവിടെ നിന്ന് ഓടി നമ്മൾ സുവിശേഷം വരികയാണ്. ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, വെറുതെ പാടിയ പാട്ടല്ല കോരപുത്രന്മാരുടെ പാട്ട്, ഒരു വിഷനുള്ള പാട്ടാണെന്ന് അറിയുന്നത്. അരിക്കല അല്ലേ, അരിക്കല ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഹോളിൽ നിന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിർണയമുള്ളവർ എത്ര പേരുണ്ട്? എന്റെ കഷ്ടങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് തരുന്നത് ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങുന്ന അനുഭവമായിരിക്കും, തിളങ്ങുന്ന അനുഭവമായിരിക്കും, പാരമ്യമുള്ള കൃപയുടെ അനുഭവമായിരിക്കും, വിവരിക്കാൻ കഴിയാത്ത വർണ്ണനാതീതമായ അനുഗ്രഹങ്ങളുടെ അനുഭവമായിരിക്കും. Thank you, Lord. Rekha Bashake Namandara Jagati Gadagalaga Abadara Jagati Gadagalaga Abalaga Shaka Namara Vajabadi Badabada Eva Namandara Jaka Namara. Hallelujah. Ika Rabalkanaga Jagati Gada. കഴിഞ്ഞ മാസം ദേവദാസൻ മരിച്ചു. ഇനി ആരും ചിന്തിക്കണ്ട, അവിടെ പോയല്ലോ. എന്റെ ചരിത്രത്തെ ഏറ്റവും ഇളക്കിയ ഒരു വിഷയമായിരുന്നു. ഇന്ന് ഈ ദൂതന്റെ മുൻപാകെ പ്രതിസന്ധികളുടെ മുമ്പിൽ 46-48 സങ്കീർത്തനങ്ങൾ, ആ വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കണം. പാസ്റ്റർ ഡെൻസി സാധുവായി ഞാനും പ്രസംഗിച്ച 2 സങ്കീർത്തനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്നും തിളങ്ങി നിൽക്കട്ടെ. Are you ready to change your vision? Amen. Are you ready to follow correct sons? Yes. അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് വെച്ച് ദൈവത്തോട് പറയാം, കയറി വന്നത് നിരവധി ടൺകണക്കിന് തൂക്കമുള്ള വേദനകളുമായി, ഇറങ്ങി പോകുന്നത് അതെല്ലാം ഇറക്കി വെച്ചോളാം. സന്തോഷത്തോടെ കല്യാണി പറയാൻ ഇവിടെ നിങ്ങൾ ഇറങ്ങി പോകുന്നത് വിത്തൗട്ട് ടെൻഷൻ, ആതങ്കമില്ല, ആശങ്കയില്ല, അല്ലേ? ഒരു ടെൻഷനും എനിക്കില്ല. ഐ ആം ഫ്രീ. എത്ര പേര് സന്തോഷത്തോടെ ഈ 2 മാസമായി എന്റെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു പോയവരുടെ കണക്ക് പറയാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. അത് പറഞ്ഞാൽ ഇവിടെ നിൽക്കില്ല. ചെറിയവരും വലിയവരുമായ ഇന്ത്യ ഗവൺമെന്റ് അറിയുന്നവരായ വ്യക്തികൾ വരെ ഈ 2 മാസത്തിൽ പ്രാർത്ഥിച്ചു പോയ ഒത്തിരി പേര്. എത്ര പേരെ ഫോണിലൂടെ പ്രാർത്ഥിക്കുന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ, അതുപോലെ ഒത്തിരി പേര്. അത് എനിക്കൊരു കാര്യം മനസ്സിലായി, കഷ്ടങ്ങളുടെ പാരമ്പര്യത്തിൽ 1 ഞാൻ ഗുണം പിടിക്കണം, 2 എന്നിലൂടെ ആയിരങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാം. ഈ 2 വലിയ കാര്യങ്ങളാണ് ദൈവം നടത്തുന്നത് അറിയുന്നവർ ദൈവത്തെ ശക്തമായ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിരോധം വെക്കുന്നു. Oh, hallelujah. Destination place of affliction. It's a plain pulpit. No doubts.
ഹല്ലേലൂയ. കുഴപ്പങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ധൈര്യമായി പറ, ഞാൻ ഗുണപിടിക്കണം, ഞാൻ നേടിയാകണം. രണ്ടാമത്തേത് ദൈവത്തിന്റെ കയ്യിലെ ഹൈടെക് വെപ്പണാകുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാമോ? ക്ലൻസിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എത്ര പേര്? ശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കൈകൾ ഉയർത്തി പിടിച്ചാൽ എന്റെ ക്യാരക്ടറിൽ, എന്റെ മാനറിൽ, എന്റെ ഹാബിറ്റിൽ, എന്റെ പ്രസന്റേഷനിൽ, എന്റെ തോട്ടുകളിൽ ഒരു ക്ലൻസിങ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ശക്തമായി ദൈവത്തെ സ്തുതിച്ചാൽ ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. 20 രീതിയിലാണ് ക്ലൻസിങ് നടക്കുന്നത്. 20 രീതിയിലാണ് ക്ലൻസിങ് നടക്കുന്നത്. എന്റെ ദൈവം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് അറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ. നഷ്ടമല്ല, നഷ്ടം ഇഷ്ടം വരുമ്പോൾ അത് നഷ്ടമല്ല. കഷ്ടം നേരിട്ട് ഇഷ്ടനായവൻ തരാറില്ല, അത് വേറെ കാര്യം. ഞാനിവിടെ സമയത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് മുഖവര ഇപ്പോൾ പറഞ്ഞു നിർത്തുക. ഇനി സെൻട്രൽ പാസ്റ്റർ പാർട്ടി പ്രസിഡന്റ് എന്താണ് ജി? കുഴപ്പമില്ലല്ലോ. വൈഫിന്റെ ഹൃദയത്തിൽ നോക്കണം കേട്ടോ. മീശ പഠിക്കുന്നത് പറഞ്ഞപ്പോഴേ വൈഫ് വിഷമിച്ചു. ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വടിച്ചു മാറ്റേണ്ടത് എന്തെല്ലാമുണ്ട്, കഴുകി മാറ്റേണ്ടത് എന്തെല്ലാമുണ്ട്, പറിച്ചു മാറ്റേണ്ടത് എന്തെല്ലാമുണ്ട്. ആ മൂന്നാമത്തെ വാക്ക് ഉറക്കെ ചിന്തിക്കുക. പറിച്ചു മാറ്റാൻ ആഗ്രഹമുള്ളവർ എത്ര പേര്? പലരും മുറിച്ചു മാറ്റുന്നതാണ്. അല്പം വേദന എടുത്താലും പറിച്ചു മാറ്റണം എന്ന് ആഗ്രഹമുള്ളവർ കൈ ഉയർത്തി, ഒന്ന് കൈ ഉയർത്തി പിടിച്ച്, ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. എന്റെ ഹൃദയത്തിനകത്തുനിന്ന് പറിച്ചു മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പറിച്ചു മാറ്റാൻ ഐ ആം റെഡി. 46:4 നിൽക്കട്ടെ. സമയം കറക്റ്റ് ആയിരിക്കുന്നു. അവസരം തന്ന പാസ്റ്റർക്ക്, സഭയ്ക്ക്, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ മക്കൾ 4 പേരും, 4 കൊച്ചുമക്കളും, വൈഫ് താഴെയുള്ള റൂമിലായിരിക്കുന്നത്. ഞാൻ മോൻ്റെ കയ്യിൽ ഇത് പറഞ്ഞു കൊടുത്തു വിട്ടു. മോളും കൂടെ വൈഫും കൂടെ ആരാധന അറ്റൻഡ് ചെയ്യുന്നത് കരുതി. അങ്ങനെ വൈഫും അവിടെ ഇന്ന് ആരാധന അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ആരാധന അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ജിയോയുടെ ഫാമിലി 3 കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി ആരാധന അറ്റൻഡ് ചെയ്യാൻ ഇടയാക്കി. ഇതെല്ലാം നന്ദി ഞാൻ ദൈവത്തിന് കരയുന്നു. മതത്തെ മുഴുവൻ ദൈവം എടുക്കട്ടെ. God bless you.